ഹലോ മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ് ഇംഗ്ലീഷിലെ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ചാപ്റ്റർ സമ്മറിയാണ് പഠിക്കാൻ പോകുന്നത്. പരീക്ഷയിൽ ഈ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് എന്ത് വന്നാലും ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ലെവലിൽ ഞാൻ ആക്കി തരും. പണി തുടങ്ങാൻ നേരെ. ജെറോം എന്ന് പറഞ്ഞ ഓഥറിൻ്റെ കഥയാണ്, സ്വന്തം കഥയാട്ടോ അത്. ദ നരേറ്റർ, അതായത് ജെറോം ജെറോം വെന്റ് ടു ദ ബ്രിട്ടീഷ് മ്യൂസിയം ടു റീഡ് എ ബുക്ക് അബൌട്ട് ഹേ ഫീവർ. അപ്പോൾ ഹേ ഫീവർ എന്ന് പറഞ്ഞൊരു പ്രത്യേക അസുഖമാണ്, ബേസിക്കലി അലർജി പോലെയാണ്, പോളൻ അലർജിയാണിത്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്തു, ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി. അവിടെ ഒരു ബുക്കൊക്കെ വായിച്ച് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ ബുക്ക് വായിക്കുകയാണ്. ആഫ്റ്റർ റീഡിങ് ബുക്കൊക്കെ വായിച്ച് അബൌട്ട് ഇറ്റ് ഹി ബിഗാൻ സ്റ്റഡിങ് അതർ ഡിസീസസ് ഇൻ എ മെഡിക്കൽ ബുക്ക്. അത് ഹേ ഫീവറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് പഠിച്ചതിന് ശേഷം മൂപ്പര് എന്ത് ചെയ്തു, വേറൊരു മെഡിക്കൽ ബുക്ക് എടുത്തിട്ട് വേറെ ഡിസീസിനെ പറ്റി പഠിക്കാൻ തുടങ്ങി. ആസ് ഹി റെഡ് ദ സിംറ്റംസ്, അപ്പോൾ ഓരോ ഡിസീസിന് കുറേ സിംറ്റംസ് ഉണ്ടാവുമല്ലോ അല്ലേ, ചൊറിച്ചിൽ വരുന്നു, മൂക്കടപ്പ് വരുന്നു, അങ്ങനെ കുറേ സിംറ്റംസ് ഉണ്ട്. അതൊക്കെ വായിച്ചു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി, ഹി ഇമാജിൻ ദാറ്റ് ഹി ഹാഡ് എവറി ഡിസീസ് മെൻഷൻഡ് ഇൻ ദ ബുക്ക്. ആ ബുക്കിലുള്ള എല്ലാ ഡിസീസും മൂപ്പർക്കുണ്ടെന്ന് മൂപ്പർക്ക് തോന്നി. ഹി ബിലീവ് ദാറ്റ് ഹി ഹാഡ് ടൈഫോയിഡ് ഫീവർ, മലേറിയ, കോളറ, ഡിഫ്തേറിയ, ഗൗട്ട് ആൻഡ് മെനി അതർ ഇൽനെസ്. ഇതൊക്കെ മൂപ്പർക്കുണ്ടെന്ന് മൂപ്പർക്ക് തോന്നൽ. ഇതൊക്കെ വായിച്ചോ, കാരണം ആ സിംറ്റംസ് ഒക്കെ മൂപ്പർക്കുണ്ട്. The only illness he did not have was housemaid's knee. അപ്പം മുട്ടിനുള്ള ഒരു വാദം പോലത്തെ ഒരു അസുഖമുണ്ട്, അത് മാത്രമല്ല ബാക്കി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. മുമ്പ് കൺവിൻസ്ഡ് ആയി വായിച്ചു വയ്ക്കുമ്പോൾ. The narrator became frightened, പേടിച്ച്, and worried about how long he had to live. അയ്യോ, ഇനിയിപ്പോൾ കുറേ നാല് ജീവിച്ചിരിപ്പ് ഉണ്ടാവില്ല, മുമ്പ് പേടിയായി. He tried to examine himself. അപ്പോൾ സ്വന്തം എക്സാമിനൊക്കെ ചെയ്യാൻ നോക്കി. He checked his pulse and heart but could not feel them properly. പൾസ് നോക്കിയപ്പോഴും ഹാർട്ട് ബീറ്റ് നോക്കുമ്പോഴും അങ്ങോട്ട് ഫീൽ ആവുന്നില്ല. He looked at his tongue and became more certain that he was seriously ill. നാക്ക് തുറന്നു നോക്കിയപ്പോൾ എന്താണ്, ഇത് പ്രശ്നമാണ്, ഇതെന്തോ കുഴപ്പമുണ്ട്, കൺവിൻസ്ഡ് ആയി. He had entered the reading room as a happy and healthy man, but he came out feeling like a weak and sick person. ഈ ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ റീഡിംഗ് റൂമിൽ കയറുന്ന സമയം വരെ മുമ്പ് ഒരു ഹാപ്പിയും ഹെൽത്തി ആയിരുന്നു, പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്കും എന്താണ്, വീക്ക് ആൻഡ് സിക്ക് ആയി. He then visited his doctor, who was also an old friend. പഴയ ഫ്രണ്ടായിരുന്നു. ആ ഫ്രണ്ടായ ഡോക്ടറിനെ എന്ത് ചെയ്തു, പോയി വിസിറ്റ് ചെയ്തു. The narrator told him that he had every disease except housemaid's knee. housemaid's knee അല്ലാതെ എല്ലാ അസുഖവും എനിക്കുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു. The doctor checked his pulse. ഡോക്ടർ പൾസ് നോക്കി, examined him and wrote a prescription. എക്സാമിൻ ചെയ്തിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തു. നീ ഇത് കഴിച്ചോ, മരുന്ന് കഴിച്ചോ, എല്ലാം ശരിയായിക്കോളെന്ന് എന്ന് പറഞ്ഞു. The narrator took the prescription to a pharmacy. ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മൾ സാധാരണ ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഫാർമസി പോയി മരുന്ന് വാങ്ങുന്ന പോലെ ഈ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് ഫാർമസി പോയി. The chemist read it and said that he could not provide the things written in it. കെമിസ്റ്റ് പറഞ്ഞു, ഇതിൽ കൊടുത്ത മരുന്നൊന്നും എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. The narrator then read the prescription himself. narrator എന്താ ഇത് കയറാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് അതും കൂടെ നന്നേന്ന് പറഞ്ഞിട്ട് മുമ്പ് സ്വന്തം വായിച്ചു നോക്കി. It advised him, ആ പ്രിസ്ക്രിപ്ഷനിൽ എന്തായിരുന്നു ഉള്ളത്, it advised him to eat a balanced diet, drink water every couple of hours, walk 10 miles every morning and go to bed at 11. അതിൽ മരുന്നൊന്നല്ലായിരുന്നു ഉള്ളത്, അതിലെന്താ ഉള്ളത്, കുറച്ച് ഉപദേശങ്ങളായിരുന്നു. അതായത് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക, വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക, നടക്കുക എല്ലാ ദിവസവും രാവിലെയും, വൈകുന്നേരം 11 മണിക്ക് ആകുമ്പോഴേക്കും ബെഡിൽ കയറണം. ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് അഡ്വൈസ് ഉണ്ടായിരുന്നുള്ളൂ. It also told him not to fill his mind with things he did not understand. മനസ്സിലാവാത്ത കാര്യങ്ങൾ വെച്ച് മനസ്സ് നിറയ്ക്കണ്ട, അല്ലെ ചിന്തകൾ വെറുതെ ഉണ്ടാക്കിയിട്ട് കൂട്ടി തലയിൽ വെറുതെ സമാധാനക്കേട് ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം കൂടെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അറിയാത്ത കാര്യങ്ങളെ പറ്റി കുറേ ചിന്തിക്കേണ്ടതാണ്. The narrator followed the doctor's advice and became healthy. മൂപ്പര് സിമ്പിളായിട്ട് ആ ഒരു അഡ്വൈസ് ഫോളോ ചെയ്ത് വേറൊരു കുഴപ്പമുണ്ടായില്ല. He realized that his real problem was unnecessary fear and worry caused by reading about diseases. അപ്പോൾ ഈ ഡിസീസിനെ പറ്റി വായിച്ചിട്ട് വെറുതെ ഉണ്ടായിരുന്ന ഒരു അൺനെസസറി ആയിട്ടുള്ളൊരു ഇമാജിനറി ഫിയറും വെറിയും മാത്രം ഉണ്ടായിരുന്നുള്ള കാര്യം മൂപ്പർക്ക് മനസ്സിലാവുകയും ചെയ്തു. അതോടെ നമ്മുടെ ചാപ്റ്റർ തീരുകയും ചെയ്തു. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് എഴുതാൻ പറഞ്ഞു, ഡയറി എൻട്രി എഴുതാൻ പറ്റില്ലേ, അല്ലേ? ഞാനന്ന് ഇവിടെ മ്യൂസിയത്തിൽ പോയി ഞാൻ ബുക്ക് വായിച്ചു, അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എല്ലാ അസുഖം ഉണ്ടായിരുന്നു, ഹൗസ് മേറ്റ്സിനെ എഴുതുക, എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ തന്നു, ഞാൻ ഫാർമസി പോയപ്പോൾ അയാൾ പറഞ്ഞു മരുന്നില്ല പറഞ്ഞു. വായിച്ചു നോക്കുമ്പോൾ ഇതായിരുന്നുണ്ടായിരുന്നു, ബാലൻസ് ഡയറ്റും പിന്നെ കിടന്നുറങ്ങാനും വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായി എന്ന് എഴുതിക്കൂടെ, ഇതുപോലെ ലെറ്റർ ചോദിച്ചാൽ ലെറ്റർ എഴുതിക്കൂടെ, എന്ത് വന്നാലും നിങ്ങൾക്ക് എഴുതിക്കൂടെ, പറ്റും. ആകെയുള്ളത് അതിൻ്റെ എഴുതേണ്ട ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആക്ച്വൽ ഓരോന്ന് ഡിസ്കോഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ മക്കളെ എക്സാമിൽ എന്ത് വന്നാലും, ഡയറക്റ്റായിട്ട് ചോദ്യം വന്നാലും ഇൻഡയറക്റ്റ് ആയിട്ട് ഡിസ്കോഴ്സുകളിലൂടെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ഉത്തരം കൊടുത്തു വേണം
പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും once again all the best. ബാക്കിയുള്ള വീഡിയോസും ചെക്കൗട്ട് ചെയ്യുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെയും ബാക്കിയുള്ള ഡിസ്കോഴ്സസിൻ്റെയും എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനൽ ഇടുന്നുണ്ട്. എല്ലാം ചെക്കൗട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓൾസോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം. താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഓഫറും കൂടി ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ് once again.